ഹലോ ബോറായല്ലേ? ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറെ ഉണ്ട് ഇങ്ങനത്തെ. നിങ്ങൾ 8-5 നമ്മൾ 5-1 8-5 ഒന്നും പഠിക്കുന്ന പോലെ അല്ല. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മറ്റേടത്തെന്ന് വെച്ചാൽ നമുക്ക് ചില ഇൻസ്ട്രക്ഷൻ സ്റ്റോപ്പ് ഔട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് എവിടുന്ന് ചോദിക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം ഇൻസ്ട്രക്ഷൻ സെറ്റ് തന്നിട്ട് ഇപ്പൊ LDS ഒരു വാല്യൂ തന്നിട്ട് ചോദിക്കും ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലെ എന്താന്ന് ചോദിക്കും വാല്യൂ. അതുകൊണ്ട് വിട്ട് കളയണ്ട. അടുത്തത് LEA. LEA എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ്സെറ്റ് അഡ്രസ് ലോഡ് ചെയ്യുന്ന പരിപാടി. അഡ്രസ് ആണ് ഇവിടെ ലോഡ് ചെയ്യുന്നത്, ഓഫ്സെറ്റ് അഡ്രസ്. അതിപ്പോ എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ LEA എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ BX plus SI plus 0532H. അപ്പൊ BX plus ഇത് ചെയ്യുമ്പോൾ പറഞ്ഞാല് ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്രസ് ഇല്ലേ, ആ അഡ്രസ് ആയിരിക്കും CX-ലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ മറ്റേ ആഡ് എന്നൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ BX plus SI plus 0532H ചെയ്യുമ്പോൾ കിട്ടുന്ന ആ അഡ്രസ് വാല്യൂ, ആ ഓഫ്സെറ്റ് അഡ്രസ് വാല്യൂ ആണ് ഈ CX രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുന്നത്. അഡ്രസ് ആണ് ഇവിടെ കോപ്പി ചെയ്യപ്പെടുന്നത് LEA ചെയ്യുമ്പോഴത്തേക്ക്. അടുത്തത് പിന്നെ അടുത്ത ഈ ക്വസ്റ്റ്യൻ, അടുത്ത രണ്ടോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഞാൻ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാ LAHF-ഉം SAHF-ഉം. അത് ഇമ്പോർട്ടന്റ് ആണ്. LAHF എന്ന് പറഞ്ഞാൽ ലോഡ് ദ കണ്ടന്റ് ഓഫ് AH രജിസ്റ്റർ, ലോഡ് ദ കണ്ടന്റ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ ടു AH രജിസ്റ്റർ. ഫ്ലാഗിന്റെ വാല്യൂ എവിടേക്ക് കോപ്പി ചെയ്യുന്നു? AH രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുന്നു. ലോവർ ഓർഡർ 8 ബിറ്റ് ഫ്ലാഗിന്റെ ലോവർ ഓർഡർ 8 ബിറ്റ് AH രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നതാണെങ്കിൽ LAHF. ഇനി SAHF ആണെങ്കിൽ തിരിച്ച് എന്താ നമ്മുടെ AH രജിസ്റ്ററിന്റെ വാല്യൂ എവിടേക്ക്? ലോവർ ഓർഡർ ഫ്ലാഗിലേക്ക് കോപ്പി ചെയ്യുന്നു. ലോവർ ഓർഡർ 8 ബിറ്റിലേക്ക് കോപ്പി ചെയ്യുന്നു. LAHF-ഉം SAHF-ഉം. അടുത്ത XLAT ആണെങ്കിൽ XLATB. ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. വേറെ ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോഡ് കൺവേർഷൻ ഇൻസ്ട്രക്ഷൻ ഏതാന്ന് ചോദിക്കും. കോഡ് കൺവേർഷൻ ഇൻസ്ട്രക്ഷൻ ഏതാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തരും. അപ്പം XLAT എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോഡ് കൺവേർഷൻ ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് മാത്രം അതിനെ പറ്റി ഓർത്താൽ മതി. അതല്ലാതെ വേറെ ഒന്നും അതിന് ചോദിക്കത്തില്ല. കോഡ് കൺവേർഷൻ ഇൻസ്ട്രക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ XLAT, മറക്കരുത്. പിന്നെ അടുത്ത XCHT എന്ന് പറഞ്ഞാൽ XCHT രജിസ്റ്റർ തന്നു കഴിഞ്ഞാൽ എന്താ A രജിസ്റ്ററിലെയും തന്നിരിക്കുന്ന ഗിവൺ രജിസ്റ്ററിലെയും ഡേറ്റ തമ്മിൽ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. മെമ്മറി ടു രജിസ്റ്റർ, രജിസ്റ്റർ ടു മെമ്മറി ഒക്കെ ആവാം. അത് തന്നെ താഴെ എക്സ്ചേഞ്ച് മെമ്മോ രജിസ്റ്റർ, മെമ്മറി ടു മെമ്മറി, രജിസ്റ്റർ ടു മെമ്മറി എന്താവണമെങ്കിലും ആവാം. XCH AX, എന്നോ XCH AX0301H എന്നോ ഒക്കെ ആവാം. തമ്മിൽ എന്ത് ചെയ്യുന്നു? ഡേറ്റ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നിർത്തിയാലോ? നമുക്ക് എന്നിട്ട് അടുത്ത ദിവസം ഇൻസ്ട്രക്ഷൻ സെറ്റ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. ഹലോ, തീർന്നോ മിസ്സസ്? ഇൻസ്ട്രക്ഷൻ സെറ്റ് തീർന്നോ? കിടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയുണ്ട് ഇൻസ്ട്രക്ഷൻസ്. ഞാൻ പിക്ക് ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. എനിക്കറിയാം ഇവിടെ വെച്ചേ തീരത്തുള്ളൂ. ഇനിയുണ്ട്. ഇനി നമുക്ക് നോ ഓപ്പറേഷൻ, നമ്മുടെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, നമ്മുടെ ക്യാരിനെ കൺട്രോൾ ക്യാരി വാല്യൂസ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ സെറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കമ്പയർ, സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കുറച്ച് സ്ട്രിംഗ് ഓപ്പറേഷൻസ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ 5-1-ലോ 8-5-ലോ ഒന്നും കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. SAH, റൊട്ടേറ്റ്, അരിത്തമെറ്റിക്, പിന്നെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടെസ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ നിങ്ങൾ നോക്കി, അപ്പൊ പിന്നെ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കാണത്തില്ല. ആൻഡും ഉണ്ട്, ടെസ്റ്റും ഉണ്ട്. ആൻഡിനകത്താണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ടെസ്റ്റിനകത്താണെങ്കിൽ കമ്പയറിന്റെ കണക്കാ. ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ റിഫ്ലക്ട് ചെയ്യുന്നത് ഫ്ലാഗിനകത്ത് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ റിസൾട്ടിങ് നമ്മുടെ രജിസ്റ്ററിനകത്ത് വാല്യൂസ് ഒന്നും ചേഞ്ച് ആവത്തില്ല, ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനകത്ത്.
അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇനി അടുത്തെടുക്കാനുള്ളത്. അപ്പൊ എന്നോട് ഇന്ന് ഇപ്പം ഇന്ന് ഒരു ദിവസം ഒരു 3 മണിക്കൂർ സ്ലോട്ടാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, അല്ലെങ്കിൽ ഇത്ര എടുക്കാൻ മടുക്കും.